ഹായ് ഗായ്സ്, നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ പഠിക്കാൻ പോകുന്നത് ടാക്സേഷൻ ആണ്. ആൻഡ് ഇത് ടാക്സേഷൻ്റെ രണ്ടാമത്തെ പാർട്ടാണ്. സോ ഇതിന് മുന്നത്തെ വീഡിയോ കാണാത്തവർ അത് കണ്ടിട്ട് ഇത് കാണാം, ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവാൻ ചാൻസ് കുറവാണ്. സോ ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ പറഞ്ഞു നിർത്തിയത് ടാക്സിൽ 3 ഐറ്റംസ് ഉണ്ട് എന്നതാണ്. ഒന്ന് കറണ്ട് ടാക്സ്, പിന്നെ അണ്ടർ ഓർ ഓവർ പ്രൊവിഷൻ, പിന്നെ ഡെഫേർഡ് ടാക്സ്. ഇതിൽ കറണ്ട് ടാക്സും അണ്ടർ ഓർ ഓവർ പ്രൊവിഷനും നമ്മൾ ഓൾറെഡി മുന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തു. ഇനി നമുക്ക് ഡെഫേർഡ് ടാക്സ് എന്ന് തുടങ്ങാം. സോ വാട്ട് ഈസ് ഡെഫേർഡ് ടാക്സ്? ഇറ്റ് ഈസ് എ ഫ്യൂച്ചർ ടാക്സ് കോൺസിക്വൻസസ് റിലേറ്റഡ് ടു കറണ്ട് ഓർ പ്രീവിയസ് ട്രാൻസാക്ഷൻസ് ആൻഡ് ഇവൻറ്റ്സ്. Deferred tax is adjusted due to the reason that accounting profit is not equal to taxable profit. So അവിടെ എന്താണ് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ഓർ ലോസിൽ ബാക്കി ഐറ്റംസുമായിട്ട് നമ്മുടെ ടാക്സ് എക്സ്പെൻസ് മാച്ച് ആവാൻ വേണ്ടിയിട്ട് ടാക്സ് എക്സ്പെൻസിലേക്ക് നമ്മൾ നടത്തുന്ന ഒരു ന്യൂമറിക്കൽ അഡ്ജസ്റ്റ്മെൻറ്റാണ് ഈ ഡെഫേർഡ് ടാക്സ് എന്ന് പറയുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് അവിടെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യേണ്ട ആവശ്യം വരുന്നത്? കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അക്കൗണ്ടിങ് പ്രോഫിറ്റും ടാക്സബിൾ പ്രോഫിറ്റും രണ്ടായിരിക്കും. അതായത് രണ്ടും ഡിഫറൻ്റ് ആയിരിക്കും. കാരണം നമ്മൾ അക്കൗണ്ടിങ് പ്രോഫിറ്റ് പ്രിപ്പയർ ചെയ്യുന്നത് അക്കൗണ്ടിങ് റൂൾസ് വെച്ചിട്ടാണ്. നേരെ മറിച്ച് നമ്മൾ ടാക്സബിൾ പ്രോഫിറ്റ് എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ടാക്സേഷൻ റൂൾസ് വെച്ചിട്ടാണ്. അതായത് ടാക്സേഷൻ അതോറിറ്റി ടാക്സേഷൻ റൂൾസ് വെച്ചിട്ടാണ് എത്രയാണ് ടാക്സബിൾ പ്രോഫിറ്റ് എന്ന് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം അക്കൗണ്ടിങ് പ്രോഫിറ്റും ടാക്സബിൾ പ്രോഫിറ്റും ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പം ഈ 2 ഐറ്റംസ് ഡിഫറെൻ്റ് ആവാനായിട്ട് അവിടെ 2 കാരണങ്ങളാണ്. ഒന്ന് പെർമനൻറ്റ് ഡിഫറൻസ്, രണ്ടാമത്തത് ടെമ്പററി ഡിഫറൻസ്. അപ്പോൾ എന്താണ് ഈ പെർമനൻറ്റ് ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇറ്റ് ഈസ് ഡ്യൂ ടു ട്രാൻസാക്ഷൻസ് വിച്ച് ഈസ് അലൗഡ് ബൈ അക്കൗണ്ടിങ് റൂൾസ് ബട്ട് പ്രൊഹിബിറ്റഡ് ഫോർ ടാക്സ് റൂൾസ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ കമ്പനിയുടെ ഡൊണേഷൻസ് അല്ലെങ്കിൽ എംപ്ലോയീസിൻ്റെ എൻ്റർടൈൻമെൻറ്റ് എക്സ്പെൻസൊക്കെ SOPL നമ്മൾ എന്ത് ചെയ്യും, എക്സ്പെൻസായിട്ട് റെക്കോർഡ് ചെയ്യും. പക്ഷേ ടാക്സേഷൻ റൂൾസ് പ്രകാരം ആ ഐറ്റംസ് എക്സ്പെൻസായിട്ട് കാണിക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ നോക്കുന്ന സമയത്ത് എന്തായിരിക്കും, അക്കൗണ്ടിങ് പ്രോഫിറ്റും ടാക്സബിൾ പ്രോഫിറ്റും തമ്മിൽ ഡിഫറൻസ് ഉണ്ടാവും. അതുകൊണ്ടാണ് അതിനൊരു പെർമനൻറ്റ് ഡിഫറൻസ് എന്ന് പറയുന്നത്. പെർമനൻറ്റ് ഡിഫറൻസ് എന്ന് നമ്മൾ എന്തുകൊണ്ടാണ് പറയുന്നത്? കാരണം ഈ ഡിഫറൻസ് പെർമനൻ്റ് ആയിരിക്കും. എങ്ങനെ നോക്കിയാലും അവിടെ അക്കൗണ്ടിങ് പ്രോഫിറ്റും ടാക്സബിൾ പ്രോഫിറ്റും തമ്മിൽ ചേർച്ച വരില്ല, ഈക്വൽ ആയിരിക്കില്ല. അതെങ്ങനെ പോയാലും അവിടെ ഒരു ഡിഫറൻസ് വരും. സോ അതുകൊണ്ടാണ് ഇതിന് പെർമനൻറ്റ് ഡിഫറൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ പെർമനൻറ്റ് ഡിഫറൻസിൻ്റെ മുകളിൽ നമ്മൾ ഡെഫേർഡ് ടാക്സ് അഡ്ജസ്റ്റ് ചെയ്യേണ്ട ആവശ്യം ഇല്ല. പെർമനൻറ്റ് ഡിഫറൻസിൻ്റെ മുകളിൽ നമ്മൾ ഡെഫേർഡ് ടാക്സ് അഡ്ജസ്റ്റ് ചെയ്യില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ എവിടെയാണ് അഡ്ജസ്റ്റ് ചെയ്യേണ്ടത്? ടെമ്പററി ഡിഫറൻസിൻ്റെ മുകളിൽ. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് ഈ ടെമ്പററി ഡിഫറൻസ് എന്ന്. These are arised from events which is recorded in both accounting and taxable profit but in different accounting periods. എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ അക്കൗണ്ടിങ് പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യാനും ടാക്സബിൾ പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യാനും സെയിം ഐറ്റംസ് തന്നെ ഉപയോഗിക്കും. നമ്മൾ നേരത്തെ പറഞ്ഞു എൻ്റർടൈൻമെൻറ്റ് എക്സ്പെൻസ് അല്ലെങ്കിൽ ഡൊണേഷൻസ് നമ്മൾ അക്കൗണ്ടിങ് പ്രോഫിറ്റിൽ കാണിക്കുമെങ്കിലും നമ്മൾ ടാക്സബിൾ പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് കാണിക്കാൻ പാടില്ല എന്ന്. പക്ഷേ ടെമ്പററി ഡിഫറൻസ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, അക്കൗണ്ടിങ് പ്രോഫിറ്റിലും ആ ഐറ്റംസ് ഉണ്ടാവും, ടാക്സബിൾ പ്രോഫിറ്റിലും ആ ഐറ്റംസ് ഉണ്ടാവും. പിന്നെ എന്തുകൊണ്ടായിരിക്കും അവിടെ ഒരു ഡിഫറൻസ് ഉണ്ടാവുക? ഈ ഐറ്റംസ് നമ്മൾ വേറെ അക്കൗണ്ടിങ് പീരീഡിലായിരിക്കും ഈ 2 എണ്ണത്തിലും കാണിക്കാൻ പോകുന്നത്. അതായത് അക്കൗണ്ടിങ് പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്തും ടാക്സബിൾ പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്തും ഈ ഐറ്റംസ് നമ്മൾ റെക്കോർഡ് ചെയ്തിട്ടുണ്ടാവുക വേറെ അക്കൗണ്ടിങ് പീരീഡിലായിരിക്കും. ഓക്കെ, അപ്പോൾ അവിടെ പറയുന്നത് 3 കാരണങ്ങൾ കൊണ്ടാണ് ഈ ഒരു ടെമ്പററി ഡിഫറൻസ് വരുന്നത് എന്നാണ്. സോ ഫസ്റ്റ് വൺ നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ അക്രൂവൽ ആൻഡ് ക്യാഷ് കൺസെപ്റ്റ്. അതായത് നമ്മൾ യൂസ് ചെയ്യുന്നത് അക്രൂവൽ കൺസെപ്റ്റാണ്, പക്ഷേ ടാക്സേഷൻ അതോറിറ്റി യൂസ് ചെയ്യുന്നത് ക്യാഷ് കൺസെപ്റ്റാണ്. ഓക്കെ, അപ്പോൾ അക്രൂവൽ കൺസെപ്റ്റ് പ്രകാരം നമ്മൾ എപ്പോഴാണ് ഒരു ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്യുന്നത്? അതൊക്കെ ആവുന്ന സമയത്ത്. പക്ഷേ
ടാക്സേഷൻ അതോറിറ്റി യൂസ് ചെയ്യുന്നത് ക്യാഷ് കൺസെപ്റ്റാണ്. അപ്പോൾ ക്യാഷ് കൺസെപ്റ്റിൽ എപ്പോഴാണ് നമ്മളൊരു ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്യുന്നത്? അത് റിസീവ് അല്ലെങ്കിൽ നമ്മൾ പേ ചെയ്യുന്ന സമയത്താണ് നമ്മൾ ക്യാഷ് കൺസെപ്റ്റിൽ ഒരു ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്യുന്നത്. സോ ഈ ഒരു കാരണം കൊണ്ട് അവിടെ ടെമ്പററി ഡിഫറൻസ് വരാൻ ചാൻസ് ഉണ്ട്. സോ അതാണ് ഫസ്റ്റ് റീസൺ. ഇനി സെക്കൻഡ്, ഡിപ്രിസിയേഷൻ മെത്തേഡ്. വി യൂസസ് സ്ട്രേറ്റ് ലൈൻ ഓർ RBM method to calculate depreciation. But taxation authorities use accelerated depreciation, which is known as capital allowance. Capital allowance എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടാക്സേഷൻ അതോറിറ്റി ചിലപ്പോൾ ഫസ്റ്റ് ഇയറിൽ തന്നെ ഈ പകുതിയോളം ഡിപ്രീസിയേഷൻ കാണിക്കുന്നുണ്ടാവും. പിന്നെ ബാക്കിയുള്ള ഡിപ്രീസിയേഷൻ കുറച്ചായിട്ട് പിന്നീട് കാണിക്കും. പക്ഷെ നമ്മൾ എങ്ങനെയാണ് കാണിക്കുക? നമ്മൾ ഒന്നല്ലെങ്കിൽ RBM മെത്തേഡിൽ കാണിക്കും, ഇല്ലാന്നുണ്ടെങ്കിൽ സ്ട്രേറ്റ് ലൈൻ മെത്തേഡിൽ കാണിക്കും. അപ്പോൾ ഇത് രണ്ടും നോക്കുന്ന സമയത്ത് അവിടെ ഡിപ്രീസിയേഷൻ എമൗണ്ടിൽ ചേഞ്ച് വരും. സോ ദാറ്റ് ഈസ് ദ സെക്കൻഡ് റീസൺ. ഇനി തേർഡ് റീസൺ, റീവാലുവേഷൻ ഓഫ് അസെറ്റ്. വെൻ അസെറ്റ് ഈസ് റീവാല്യൂഡ്, ദ ക്യാരിങ് വാല്യൂ ഓഫ് അസെറ്റ് ചേഞ്ചസ്, ബട്ട് ദിസ് ഈസ് നോട്ട് റെക്കോർഡഡ് ബൈ ടാക്സ് അതോറിറ്റീസ്. അതായത് ഒരു അസറ്റിൻ്റെ ക്യാരിങ് വാല്യൂ കൂടുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു അസറ്റിനെ റീവാലുവേഷൻ ചെയ്യുന്ന സമയത്ത് ആ റീവാലുവേഷൻ ഗെയിനിനെ നമ്മൾ എവിടെയാണ് കാണിക്കുന്നത്? സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ഓർ ലോസിൽ. പക്ഷേ ടാക്സേഷൻ അതോറിറ്റീസ് പറയുന്നത് റീവാലുവേഷൻ കാരണം ഒരു ഡിഫേർഡ് ടാക്സ് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് SOPL ടാക്സ് എക്സ്പെൻസ് ത്രൂ അല്ല കാണിക്കുന്നത്, പകരം OCI അതർ കംപ്രഹെൻസീവ് ഇൻകത്തിലാണ് കാണിക്കുക എന്നതാണ് അവിടെ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ 3 റീസൺസ് കാരണമാണ് നോർമലി ഒരു ടെമ്പററി ഡിഫറൻസ് വരുന്നത്. ഇനി ടെമ്പററി ഡിഫറൻസ് 2 ടൈപ്പിലുണ്ട്. ഏതൊക്കെയാണ്? ടാക്സബിൾ ടെമ്പററി ഡിഫറൻസും പിന്നെ ഡിഡക്റ്റബിൾ ടെമ്പററി ഡിഫറൻസും. അപ്പോൾ ടാക്സബിൾ ടെമ്പററി ഡിഫറൻസ് ആണ് അവിടെ വരുന്നതെങ്കിൽ അവിടെ ഒരു ഡെഫേർഡ് ടാക്സ് ലയബിലിറ്റി ക്രിയേറ്റ് ആവും. അതല്ല, നേരെ മറിച്ച് ഡിഡക്റ്റബിൾ ടെമ്പററി ഡിഫറൻസ് ആണ് അവിടെ വരുന്നതെങ്കിൽ അവിടെ ഒരു ഡെഫേർഡ് ടാക്സ് അസറ്റാണ് ക്രിയേറ്റ് ആവുന്നത്. ഇനി ഒരു ടെമ്പററി ഡിഫറൻസ് ടാക്സബിൾ ടെമ്പററി ആണോ അല്ലെങ്കിൽ ഡിഡക്റ്റബിൾ ടെമ്പററി ആണോ എന്ന് നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് നോക്കാം. സോ അസറ്റ് റൂൾ. നമ്മുടെ ഇയർ എൻഡ് ആവുമ്പോൾ അസറ്റിൻ്റെ ക്യാരിങ് വാല്യൂ ഗ്രേറ്റർ ദാൻ ടാക്സ് ബേസ് ആണെങ്കിൽ അതിനെ നമ്മൾ ടാക്സബിൾ ടെമ്പററി ഡിഫറൻസ് എന്നാണ് പറയുന്നത്. ഓക്കെ, ദാറ്റ് ഈസ് ക്യാരിങ് വാല്യൂ ഗ്രേറ്റർ ദാൻ ടാക്സ് ബേസ്. അപ്പോൾ അവിടെ നോക്കുന്ന സമയത്ത് ക്യാരിങ് വാല്യൂ എന്താണെന്ന് നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. പക്ഷേ എന്തായിരിക്കും ഈ ടാക്സ് ബേസ് എന്ന് പറയുന്നത്? ടാക്സ് ബേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടാക്സേഷൻ അതോറിറ്റി അവരുടെ റൂൾസ് വെച്ചിട്ട് നമ്മുടെ അസറ്റിൻ്റെ വാല്യൂ കാണും. അതിനെയാണ് നമ്മൾ ടാക്സ് ബേസ് എന്ന് പറയുന്നത്. ആൻഡ് ടാക്സ് ബേസിൻ്റെ കാൽക്കുലേഷൻ വന്നിട്ട് കോസ്റ്റ് മൈനസ് ക്യാപിറ്റൽ അലവൻസ് ആണ്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് ഒരു അസറ്റിൻ്റെ ക്യാരിങ് വാല്യൂ കാണുന്നത്? ആ അസറ്റിൻ്റെ കോസ്റ്റിൽ നിന്ന് അക്യുമുലേറ്റഡ് ഡിപ്രീസിയേഷൻ മൈനസ് ചെയ്യുമ്പോഴാണ് നമുക്ക് അസറ്റിൻ്റെ ക്യാരിങ് വാല്യൂ കിട്ടുന്നത്. പക്ഷേ ഈ അക്യുമുലേറ്റഡ് ഡിപ്രീസിയേഷനെ ഈ ടാക്സ് അതോറിറ്റി വേറെ പേരാണ് വിളിക്കുന്നത്, ദാറ്റ് ഈസ് ക്യാപിറ്റൽ അലവൻസ്. ഓക്കെ, ഒരു രീതിയിൽ ഈ ക്യാപിറ്റൽ അലവൻസ് എന്ന് പറയുന്നത് ഡിപ്രീസിയേഷൻ തന്നെയാണ്, പക്ഷേ ഡിപ്രീസിയേഷൻ അല്ല. ഈ ക്യാപിറ്റൽ അലവൻസിൽ നോർമലി ഹൈ എമൗണ്ട് ആണ് അവരാദ്യം ഡിഡക്റ്റ് ചെയ്യുന്നത്. അതായത് ഒരു അസറ്റിൻ്റെ കോസ്റ്റിൽ നിന്ന് ആ ഒരു അസറ്റിൻ്റെ പകുതി എമൗണ്ട് തന്നെ ഈ ഒരു ടാക്സ് അതോറിറ്റി ഫസ്റ്റ് ഡിഡക്റ്റ് ചെയ്യും. പിന്നെ ബാക്കിയുള്ള എമൗണ്ട് ചെറുതായിട്ടായിരിക്കും ഡിഡക്റ്റ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, അപ്പോൾ ഇതാണ് ടാക്സ് ബേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോസ്റ്റ് മൈനസ് ക്യാപിറ്റൽ അലവൻസ്. അപ്പം നമ്മൾ പറഞ്ഞു വന്നത് ക്യാരിങ് വാല്യൂ, അസറ്റിൻ്റെ ക്യാരിങ് വാല്യൂ ടാക്സ് ബേസിനെക്കാട്ടിലും കൂടുതലാണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു ടാക്സബിൾ ടെമ്പററി ഡിഫറൻസ് വരും. ആൻഡ് ഈ ടാക്സബിൾ ടെമ്പററി ഡിഫറൻസ് ഇൻടു ടാക്സ് പെർസെൻറ്റേജ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ എന്താണ് കിട്ടുക? ഡെഫേർഡ് ടാക്സിൻ്റെ എമൗണ്ട് കിട്ടും. ഓക്കെ, ഇനി അതല്ല, ക്യാരിങ് വാല്യൂ, അസറ്റിൻ്റെ ക്യാരിങ് വാല്യൂ ലെസ് ദാൻ ടാക്സ് ബേസ് ആണെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് എന്താണ് കിട്ടുക? ഡിഡക്റ്റബിൾ ടെമ്പററി ഡിഫറൻസ്. അപ്പം ഈ ഡിഡക്റ്റബിൾ ടെമ്പററി ഡിഫറൻസ് ഇൻടു ടാക്സ് പെർസെൻറ്റേജ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അവിടെ ഡെഫേർഡ് ടാക്സ് കിട്ടും.
ഇനി അടുത്തത് ഡെഫേർഡ് ടാക്സ് ലയബിലിറ്റീൻ്റെ കാൽക്കുലേഷനാണ് നോക്കാൻ പോകുന്നത്. സോ എങ്ങനെയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്? ഫസ്റ്റ് നമ്മൾ ഡെഫേർഡ് ടാക്സ് ലയബിലിറ്റീൻ്റെ ഓപ്പണിംഗ് ബാലൻസ് എടുക്കണം. എന്നിട്ട് അതിൻ്റെ കൂടെ അവിടെ എന്തെങ്കിലും ആ കൊല്ലം റീവാലുവേഷൻ സർപ്ലസ് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എത്രയാണോ സർപ്ലസ് വന്നത് അതിൻ്റെ ടാക്സ് കോൺസിക്വൻസ് ആണ് നമ്മളവിടെ ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ അവിടെ റീവാലുവേഷൻ സർപ്ലസ് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ടാക്സ് അത് ഇൻറ്റു ടാക്സ് പെർസെൻറ്റേജ് ചെയ്യുമ്പോൾ നമുക്കൊരു എമൗണ്ട് കിട്ടും. എന്നിട്ട് ഈ എമൗണ്ടിനെ ഈ ഓപ്പണിംഗ് ബാലൻസിൻ്റെ കൂടെ ആഡ് ചെയ്യണം. അപ്പോൾ നമുക്കതിൻ്റെ ടോട്ടൽ കിട്ടും. എന്നിട്ട് ഈ ടോട്ടലും ഡെഫേർഡ് ടാക്സ് ലയബിലിറ്റീൻ്റെ ക്ലോസിംഗ് ബാലൻസും കൂടെ നമ്മൾ കമ്പയർ ചെയ്ത് നോക്കണം. അപ്പോൾ കമ്പയർ ചെയ്ത് നോക്കുന്ന സമയത്ത് അവിടെ ഒരു ഡിഫറൻസ് വരും. ഡിഫറൻസ് ഒന്നല്ലെങ്കിൽ ഇൻക്രീസ് ആവാം, അല്ലാന്നുണ്ടെങ്കിൽ ഡിക്രീസ് ആവാം. അതായത് നമ്മൾ ഈ ഓപ്പണിംഗ് ബാലൻസും റീവാലുവേഷൻ സർപ്ലസും കൂടെ ടോട്ടൽ ചെയ്യുന്ന സമയത്ത് നമുക്കൊരു എമൗണ്ട് കിട്ടുമല്ലോ. ആ എമൗണ്ടും ക്ലോസിംഗ് ബാലൻസും കൂടെ നമ്മൾ കമ്പയർ ചെയ്യുന്ന നോക്കുന്ന സമയത്ത് അവിടെ ഈ ടോട്ടൽ എമൗണ്ടും ക്ലോസിംഗ് ബാലൻസും ഏതാണ് കൂടുതലെന്ന് നോക്കാം. ക്ലോസിംഗ് ബാലൻസിൽ ഈ ടോട്ടൽ എമൗണ്ടിനെക്കാട്ടിലും കുറവ് എമൗണ്ടാണ് ഉള്ളതെന്നുണ്ടെങ്കിൽ അതൊരു ഡിക്രീസാണ്. അതല്ല അവിടെ കൂടുതലാണ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഇൻക്രീസാണ്. സപ്പോസ് നമുക്ക് ഇൻക്രീസ് ആണ് ഡെഫേർഡ് ടാക്സ് ലയബിലിറ്റി കിട്ടിയെന്ന് വിചാരിക്കാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഇൻക്രീസിനെ നമ്മൾ എന്ത് ചെയ്യും? ടാക്സ് എക്സ്പെൻസിൻ്റെ കൂടെ ആഡ് ചെയ്യും. അതല്ല അവിടെ ഡിക്രീസ് ആണ് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ടാക്സ് എക്സ്പെൻസിൽ നിന്ന് ഈ ഒരു എമൗണ്ട് മൈനസ് ചെയ്യും. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ കാൽക്കുലേഷൻ വരുന്നത്. ഓക്കെ, പിന്നെ ചില ക്വസ്റ്റ്യൻസിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡിഫേർഡ് ടാക്സിൻ്റെ ക്ലോസിംഗ് ബാലൻസ് അവർ ക്വസ്റ്റ്യനിൽ തരുന്ന സമയത്ത് അതിൽ ചിലപ്പോൾ ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ടാവും ഇതിൽ റീവാലുവേഷൻ സർപ്ലസിൻ്റെ ടാക്സബിൾ എമൗണ്ട് ആഡ് ചെയ്തിട്ടില്ല എന്നത്. അപ്പം നമ്മൾ ഈ റീവാലുവേഷൻ സർപ്ലസിൻ്റെ ടാക്സബിൾ എമൗണ്ടും കൂടെ ഈ ക്ലോസിംഗ് ബാലൻസിൽ ആഡ് ചെയ്തിട്ട് വേണം അത് കാണാൻ വേണ്ടിയിട്ട്. അപ്പം ഈ റീവാലുവേഷൻ സർപ്ലസും കൂടെ ഈ ക്ലോസിംഗ് ബാലൻസിൽ ആഡ് ചെയ്യുന്ന സമയത്ത് അതിനെ പറയുന്ന പേരാണ് ടോട്ടൽ ടെമ്പററി ടാക്സബിൾ ഡിഫറൻസ്. ഓക്കെ, അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് കിട്ടുന്ന സമയത്ത് നമ്മൾ ഉറപ്പായിട്ടും ഈ ഡെഫേർഡ് ടാക്സ് ലയബിലിറ്റീൻ്റെ ക്ലോസിംഗ് ബാലൻസ്, അതായത് ടോട്ടൽ ടെമ്പററി ടാക്സബിൾ ഡിഫറൻസ് ആണോ എന്നത് നിങ്ങൾ ഉറപ്പായിട്ടും ചെക്ക് ചെയ്യണം. ചില ക്വസ്റ്റ്യൻസിൽ അവർ പറയും റീവാലുവേഷൻ സർപ്ലസിൻ്റെ ടാക്സബിൾ എമൗണ്ട് ഈ ക്ലോസിംഗ് ഡെഫേർഡ് ടാക്സിൻ്റെ ക്ലോസിംഗ് ബാലൻസിൽ ആഡ് ചെയ്തിട്ടില്ല എന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഈ ഡെഫേർഡ് ടാക്സിൻ്റെ ക്ലോസിംഗ് ബാലൻസിൽ ഈ ഒരു റീവാലുവേഷൻ സർപ്ലസിൻ്റെ ടാക്സബിൾ എമൗണ്ടും കൂടെ ആഡ് ചെയ്തിട്ട് വേണം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇനി നമുക്ക് ഇപ്പോൾ പഠിച്ചതെല്ലാം കൂടെ നമുക്കൊരു ക്വസ്റ്റ്യനിൽ ചെയ്ത് നോക്കാം. സോ ക്വസ്റ്റ്യൻ: UCO's trial balance shows a debit balance of 2.1 million brought forward on current tax and a credit balance of 5.4 million brought forward on deferred tax. The tax charge for the current year is estimated at 16.2 million. The carrying amount of net assets are 13 million in excess of their tax base, which includes a 3 million revaluation surplus on the first time revaluation of buildings. The income tax and deferred tax rate is 30%. What is the amount of income tax recognized in the statement of profit or loss of UCOS for the year?